അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ടേസ്റ്റി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തോളൂ. അപ്പോൾ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവെ കീറിയെടുത്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേണ്ടേ? അതിനായിട്ട് ഇതാ 3 മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കാം. അതിനായിട്ടൊന്ന് നടുവെ കീറിയിട്ട് മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സവോളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചൊഴിച്ചാലും മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഉടച്ച് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടെന്ന രീതിയിൽ മനസ്സിലാകാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കുറച്ച് നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് എത്ര ചാറ് വേണോ അത്രയും ചാറിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഇല്ലാത്തവർ സാധാരണ പാൽ ഒഴിച്ചാലും മതി. അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് ഈ ഒരു തിള വരുന്ന പാകം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കിടിലൻ ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.